സോക്കർ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തവണ ലോകകപ്പ് നേടിയ ടീം. എന്നും കാൽപന്ത് കളിയെ ജീവവായു പോലെ നെഞ്ചോട് ചേർക്കുന്നവരുടെ നാട്. ആക്രമണ ഫുട്ബോൾ കൊണ്ടും സീങ്ക കേലി ശൈലിയുടെ വ്യത്യസ്തത കൊണ്ടും ലോകമെമ്പാടു നിന്നും കോടിക്കണക്കിന് ആരാധക ബന്ധത്തെ കൂടെ കൂട്ടിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യം. പിന്നിട്ട 8 പതിറ്റാണ്ടിനിടെ പെലെ, ഗരിഞ്ച, റൊമാരിയോ, ദുങ്ക, കഫു, റൊണാൾഡോ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, റോബർട്ടോ കാലോസ്, കാക്ക, നെയ്മർ തുടങ്ങി എണ്ണിയാലൊടുങ്ങാത്ത ഇതിഹാസ താരങ്ങളെ ലോക ഫുട്ബോളിന് സംഭാവന നൽകിയ വൺ ആൻഡ് ഓൺലി ബ്രസീൽ. ബ്രസീലിലെ ലക്ഷ്യം മറന്നൊരു പുതുതലമുറയെ ലോകകപ്പിന് തൊട്ടു മുൻപായി മാമോദിസമുക്കി സ്വർഗാരോഹണത്തിനായി ഒരുക്കിയിട്ടുണ്ട് കാർലോ ആൻസലോട്ടി എന്ന ബുദ്ധിരാക്ഷസൻ. കളിക്കളത്തിൽ 11 പേരും തോറ്റെന്നുറപ്പിച്ചാലും ആൻസലോട്ടി എന്ന മുഖ്യ പരിശീലകൻ പുറത്തുള്ളിടത്തോളം സമയം ബ്രസീൽ ടീം തിരിച്ചു വരുമെന്നൊരു പ്രതീക്ഷ ആരാധകരുടെ മനസ്സിലുണ്ടാകും. പെലെയും ഗരിഞ്ചയും റൊണാൾഡീഞ്ഞോയും നെയ്മറുമെല്ലാം ഒരു കലാരൂപം പോലെ അനുഷ്ഠിച്ചു പോരുന്ന സീങ്ക ശൈലിയിൽ ലോക ഫുട്ബോളിനെ അടക്കി ഭരിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് കാർലോ എന്ന ബോസ്. 5 ലോക കിരീടങ്ങളുടെ ചരിത്രമുണ്ടെങ്കിലും തോറ്റു തലകുനിഞ്ഞു പോയ 2 പതിറ്റാണ്ടുകൾക്കായി കണക്ക് ചോദിക്കാതെ, കിരീടധാരണം കൊണ്ട് സാമ്പാ നൃത്തമാടാതെ ഈ ലോകകപ്പ് കാലത്ത് ഒരു ബ്രസീൽ ആരാധകനും മുന്നോട്ട് പോകാനാകില്ല. ബ്രസീലിനായി 3 ലോകകപ്പുകൾ നേടിയ പെലെയും 2 ലോകകപ്പുകൾ നേടിയ ഗരിഞ്ചയും ചേർന്ന് തുടക്കമിട്ടതാണ് സീങ്ക ശൈലിയുള്ള ആകർഷകരമായ ഫുട്ബോൾ. ബ്രസീലിൻ്റെത് മാത്രമായൊരു തനത് ഫുട്ബോൾ ശൈലിയും കണ്ണഞ്ചിപ്പിക്കുന്ന മാജിക്കൽ ഡ്രിബ്ലിങ്ങും എതിരാളികളെ വീഴ്ത്താനുള്ള ശരവേഗവും പുൽമൈതാനത്തെ പുളകും കൊള്ളിക്കുന്ന അപ്രതീക്ഷിത നീക്കങ്ങളും ഇംപ്രവൈസേഷനുകളും എല്ലാം കൂടിച്ചേരുമ്പോൾ ലഭിക്കുന്ന ടോട്ടൽ ഫുട്ബോളിന്റെ സൗകുമാര്യത്തെയാണ് അന്നാട്ടുകാർ ബ്രസീലിയൻ സീങ്ക എന്ന പെരുങ്കളിയാട്ടത്തിന്റെ പേര് ചൊല്ലി വിളിച്ചത്. പെലെയുടെ സമകാലികനായ ഗരിഞ്ച ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഡ്രിബ്ലർമാരിൽ ഒരാളായിരുന്നു. ഒരൽപ്പം നീളക്കൂടുതലുള്ള ചട്ടുകാലുകൊണ്ട് അയാൾ സൃഷ്ടിച്ച മാന്ത്രികതയൊന്നും ഫുട്ബോളിൽ മറ്റൊരാൾക്കും പുനഃസൃഷ്ടിക്കാൻ കഴിയാത്തവണ്ണം ലെഗസി നിറഞ്ഞതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് യുഗത്തിൽ നിന്നും കളറിലേക്ക് ടെലിവിഷൻ പരകായ പ്രവേശം ചെയ്ത കാലത്ത് സീങ്കയെ ലോകം ആരാധിക്കുന്ന ഒരു കലാസൃഷ്ടിയായി അവതരിപ്പിക്കാനും കയ്യടി നേടിക്കൊടുക്കാനും കഴിഞ്ഞിടത്താണ് റൊണാൾഡീഞ്ഞോ എന്ന ഇതിഹാസത്തിന്റെ അവതാരോദ്ദേശം സഫലമാകുന്നത്. പിന്നീടത് കാനറിപ്പടയുടെ സുൽത്താനായ നെയ്മർ ഏറ്റെടുത്തു. അയാളുടെ ജന്മനിയോഗം ഇനിയും സഫലമായിട്ടില്ല. ഒരു ലോകകപ്പ് കിരീടത്തിനെ അയാളുടെ പ്രതിഭയെ സുവർണ ലിപികളാൽ ബ്രസീലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്താനാകൂ. അതിനുള്ള സുവർണാവസരമാണ് US-ഉം മെക്സിക്കോയും കാനഡയും ആതിഥ്യം വഹിക്കുന്ന ഈ ലോകകപ്പ് വേദി. ആൻസലോട്ടിക്ക് കീഴിൽ ആ ബ്യൂട്ടിഫുൾ ഗെയിം ഇനി തിരികെ വരുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. കാരണം ആ സാമ്പാ താളത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്ന് ഈ ലോകത്ത് പിറന്നിട്ടില്ല, ഇനിയും പിറക്കുകയുമില്ല. കാലം കൊതിച്ച നെയ്മറുടെ ഈ ഹീറോയിക് തിരിച്ചുവരവിനൊപ്പം ഈ പെരുങ്കളിയാട്ട വേദിയിൽ വിനീഷ്യസും എൻട്രിക്കും റയാനും മാർട്ടിനെല്ലിയുമെല്ലാം സീങ്ക ശൈലിയിൽ ആടിത്തിമിർത്താൽ US-ൽ എതിരാളികൾക്കിനി അധികം വിയർക്കേണ്ടി വരില്ല. മുൻ തലമുറകളെപ്പോലെ ആക്രമണ ഫുട്ബോളും സാങ്കേതിക മികവും വിന്നിംഗ് മെന്റാലിറ്റിയും നിലനിർത്താനായാൽ 6ാം ലോകകപ്പ് കിരീടം സ്വന്തമാക്കാൻ വലിയ സാധ്യത ബ്രസീലിനുണ്ട്. ലോക ഫുട്ബോളിന്റെ അഭിമാനവും ലോകകപ്പ് ചരിത്രത്തിലെ മഹത്തായ പാരമ്പര്യവുമാണ് ബ്രസീൽ. ആ ലെഗസി തുടരാൻ വേണ്ട ആദ്യ കരുക്കൾ ആൻസലോട്ടി എന്ന മികച്ച കോച്ചിനെ കണ്ടെത്തിയതിലൂടെ ബ്രസീൽ ഫുട്ബോൾ നീക്കിക്കഴിഞ്ഞു. ഇനി വരുന്ന 5 ആഴ്ചകൾ സമർത്ഥമായി കരുക്കൾ നീക്കാനുള്ള ബുദ്ധിവൈഭവം കാർലോയ്ക്കുണ്ട്. പ്രതീക്ഷകളുടെ അമിതഭാരമില്ലാതെ എത്തുന്ന മഞ്ഞപ്പടയെ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ ആൻസലോട്ടി വിജയിക്കട്ടെ എന്ന് ഓരോ ബ്രസീലിയൻ ഡൈഹാർഡ് ഫാനും നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്നുണ്ട്. നെയ്മർ എന്നു മുതൽ മാച്ച് ഫിറ്റ് ആകുമെന്ന കാര്യത്തിൽ ആശങ്കകൾ തുടരുകയാണെങ്കിലും ടൂർണമെന്റിൽ ഉറപ്പായും കളിക്കുമെന്ന സൂചന ആൻസലോട്ടി നൽകി കഴിഞ്ഞു. പരിക്ക് കാരണം എഡർ മിലിറ്റാവോ, റോഡ്രിഗോ, എസ്റ്റാവോ എന്നീ പ്രമുഖർക്ക് ടീമിലിടം നേടാനാകാതെ പോയതോടെ മുന്നേറ്റ നിര താരങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന 4-2-4 എന്ന ഫോർമേഷനാണ് ആൻസലോട്ടി ലോകകപ്പിൽ പയറ്റുകയെന്നാണ് സൂചന. രണ്ടര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മർ ജൂനിയർ ടീമിലേക്ക് തിരിച്ചെത്തിയതാണ് ബ്രസീൽ സ്ക്വാഡിൽ ആവേശം നിറയ്ക്കുന്നത്. മാർക്കിഞ്ഞോസ്, കസമിറോ എന്നിവർ ചേർന്നാണ് ലോകകപ്പിൽ യെല്ലോ ആർമിയെ നയിക്കുന്നത്. അലിസൺ ബക്കർ, എഡേഴ്സൺ, വീബർട്ടൺ എന്നീ പരിചയസമ്പന്നർക്ക് കീഴിൽ ഗോൾവല ഭദ്രമാണ്. ലിവർപൂൾ ഗോൾ കീപ്പറായ അലിസൺ ബക്കർ തന്നെയാകും ലോകകപ്പിൽ മഞ്ഞപ്പടയുടെ ഗോൾവല കാക്കുക.
PSG തുടരെ 2 വർഷം ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാക്കിയ നായകനാണ് മാർക്കിഞ്ഞോസ്. അയാൾ നയിക്കുന്ന പ്രതിരോധം പാറ പോലെ ഉറച്ചതാണ്. സെന്റർ ബാക്കിൽ പ്രതിരോധ കോട്ട തീർക്കാൻ മാർക്കിഞ്ഞോസിനൊപ്പം ചാമ്പ്യൻസ് ലീഗിൽ റണ്ണറപ്പായ ആഴ്സണലിന്റെ വിശ്വസനായ പ്രതിരോധ മതിൽ ഗബ്രിയേൽ മഗലാസ് കൂടി ചേരും. റൈറ്റ് ബാക്കിൽ വെസ്ലി ഫ്രാങ്കയും ലെഫ്റ്റ് ബാക്കിൽ അലക്സാൻഡ്രോ അല്ലെങ്കിൽ ഡഗ്ലസ് സാന്റോസ് എന്നിവരിൽ ആരെങ്കിലും ഒരാളുമാകും ആൻസലോട്ടിയുടെ ആദ്യ 11-ൽ ഇടം നേടുക. പകരക്കാരായ ഗ്ലെയ്സൺ ബ്രബർ, ഡാനിലോ, റോജർ ഇബാനസ്, ലിയോ പെരേര എന്നിവർ കൂടി ചേരുന്നതാണ് ബ്രസീലിന്റെ പ്രതിരോധ മതിൽ. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കസമിറോയും സെൻട്രൽ മിഡ്ഫീൽഡറായി ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ബ്രൂണോ ഗുയ്മാറസും എത്തുമ്പോൾ ബ്രസീൽ ടീമിന്റെ മധ്യനിരയിലെ മുന്നേറ്റങ്ങൾക്ക് പുത്തൻ ഊർജ്ജം ലഭിക്കും. പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി മികച്ച ഫോമിലായിരുന്നു കസമിറോ. ഗ്രൗണ്ടിൽ എതിർ മുന്നേറ്റ നിരയുടെ നീക്കങ്ങളുടെ ഗതി അതിവേഗം തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള മികവും കൗണ്ടർ അറ്റാക്കിങ്ങിന് അതിവേഗം പന്തെത്തിച്ചു നൽകാനുമുള്ള മികവാണ് അയാളെ ആൻസലോട്ടിയുടെ സ്ക്വാഡിൽ എത്തിച്ചിരിക്കുന്നത്. ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ക്യാപ്റ്റനായ ഗുയ്മാറസ് ലോകത്തെ മികച്ച സെൻട്രൽ മിഡ്ഫീൽഡർമാരിൽ ഒരാളാണ്. 2025-26 സീസണിൽ ന്യൂകാസിൽ യുണൈറ്റഡിന്റെ ടീമിൽ പ്ലെയർ ഓഫ് ദി ഇയർ ആയി അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ മാത്രം 9 ഗോളുകളും 5 അസിസ്റ്റുകളും താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ആൻസലോട്ടിയുടെ ചാണക്യ തന്ത്രങ്ങൾക്കനുസരിച്ച് മധ്യനിരയിൽ പകരക്കാരായി അൽ ഇത്തിഹാദിന്റെ ഫാബിഞ്ഞോ, ഫ്ലമൻഗോയുടെ താരങ്ങളായ ലൂക്കാസ് പക്വേറ്റ, ഗെർസൻ, ആന്ദ്രെ, ബോട്ടഫോഗോയുടെ ഡാനിലോ സാന്റോസ് എന്നിവരും കളത്തിലിറങ്ങും. ആൻസലോട്ടിയുടെ 9-അംഗ അറ്റാക്കിംഗ് സ്ക്വാഡിലെ സ്റ്റാർ നെയ്മറാണ്. സാന്റോസ് എഫ്സിയെ റെലഗേഷനിൽ നിന്ന് രക്ഷിച്ചെടുത്ത പ്രതിഭാപാടവം നെയ്മർ ജൂനിയർ 2.5 വർഷത്തിനിപ്പുറം വീണ്ടും വിശ്വവേദിയിൽ പുറത്തെടുക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ താരം എന്നു മുതൽ ആദ്യ 11-ൽ ഇടം പിടിക്കുമെന്ന് ഉറപ്പില്ല. ആദ്യ 11-ൽ വലതു വിങ്ങറായി തിളങ്ങാൻ ബാഴ്സലോണയുടെ സൂപ്പർ താരം റഫീഞ്ഞ ഉറപ്പായും ഉണ്ടാകും. ലെഫ്റ്റ് വിങ്ങിൽ റയൽ മാഡ്രിഡിന്റെ സ്റ്റാർ സ്ട്രൈക്കർ വിനീഷ്യസ് ജൂനിയർ ഉണ്ട്. ദേശീയ ടീമിൽ ഇരുവരും താൻ പ്രതീക്ഷിക്കുന്ന ഫോമിലേക്ക് ഉയരുന്നത് കാണാൻ കാത്തിരിപ്പിലാണ് ഇറ്റാലിയൻ പരിശീലകനായ ആൻസലോട്ടി. ഒരു ഫാൾസ് 9 സ്ട്രൈക്കറുടെ രൂപത്തിൽ തിളങ്ങാൻ 19-കാരനായ എൻട്രിക്കിനെയാണ് ആൻസലോട്ടി നിയോഗിച്ചിരിക്കുന്നത്. ബ്രസീൽ കോച്ചിന്റെ അഭ്യർത്ഥന പ്രകാരം റയൽ മാഡ്രിഡ് ഒളിമ്പിക് ലിയോണിലേക്ക് എൻട്രിക്കിനെ ലോണിൽ അയച്ചിരുന്നു. കഴിഞ്ഞ സീസണിൽ അവിടെ മാസ്മരിക ഫോമിലായിരുന്നു ഈ കുട്ടിത്താരം. സീസണിൽ ലിയോണിനായി 5 ഗോളുകളും 7 അസിസ്റ്റുകളും ഈ വണ്ടർ കിഡ് സംഭാവന ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സ്ട്രൈക്കറായി മാത്യൂസ് കുഞ്ഞയോ ഇഗോർ തിയോഗോയോ ആൻസലോട്ടിയുടെ ആദ്യ 11-ൽ ഇടമുറപ്പിക്കും. മുൻ വോൾവർഹാംപ്ടൺ താരമായ മാത്യൂസ് കുഞ്ഞ 2025-ലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തിയത്. കഴിഞ്ഞ സീസണിൽ 10 ഗോളുകളും 2 അസിസ്റ്റുകളുമായി താരം കളം നിറഞ്ഞിരുന്നു. ഏറെ സാങ്കേതിക തികവുള്ള കുഞ്ഞ മുൻനിരയിൽ സെൻട്രൽ സ്ട്രൈക്കറായോ സെക്കൻഡ് സ്ട്രൈക്കറായോ വിങ്ങറായോ കളിക്കാൻ ശേഷിയുള്ള താരമാണ്. പ്രീമിയർ ലീഗിൽ ബ്രൻഫോർഡിനായി തകർപ്പൻ ഫോമിലായിരുന്നു 24-കാരനായ ഇഗോർ തിയാഗോ. ഇക്കഴിഞ്ഞ സീസണിൽ 22 ഗോളുകളും 1 അസിസ്റ്റുമായി ഗോൾ വേട്ടക്കാരിൽ എർലിംഗ് ഹാലൻഡിന് തൊട്ടു പിന്നാലെയാണ് തിയാഗോയുടെ സ്ഥാനം. പ്രീമിയർ ലീഗിൽ ഇക്കുറി ആഴ്സണലിനെ ജേതാക്കളാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ലെഫ്റ്റ് വിങ്ങറാണ് ഗബ്രിയേൽ മാർട്ടിനെല്ലി. ചാമ്പ്യൻസ് ലീഗിൽ 13 മത്സരങ്ങളിൽ നിന്ന് 6 ഗോളുകളും 2 അസിസ്റ്റുകളുമായി ടീമിന്റെ ആക്രമണങ്ങളെ മുന്നിൽ നിന്ന് നയിച്ചത് മാർട്ടിനെല്ലി ആയിരുന്നു. പ്രീമിയർ ലീഗിലെ തന്നെ ഏറ്റവും വേഗതയേറിയ സ്ട്രൈക്കറായാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലോകകപ്പ് സ്ക്വാഡിൽ താരത്തിന്റെ സാന്നിധ്യം ബ്രസീലിന് ഏറെ ഗുണം ചെയ്യും. 19-കാരനായ റയാന് ലോകകപ്പ് ടീമിൽ സ്ഥാനം കിട്ടിയത് എസ്റ്റാവോയുടെ പരിക്കിനെ തുടർന്നാണ്. 2026 ജനുവരിയിൽ ഏകദേശം 30 മില്യൺ പൗണ്ടിലധികം ട്രാൻസ്ഫർ തുകയ്ക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബായ ബോൾമൌത്ത് ഈ വിങ്ങറെ സ്വന്തമാക്കിയത്. സീസണിൽ 15 മത്സരങ്ങളിൽ നിന്നായി 5 ഗോളുകൾ നേടി ക്ലബിന്റെ ചരിത്രത്തിലാദ്യമായി അവർക്ക് യൂറോപ്യൻ ഫുട്ബോൾ ക്വാളിഫിക്കേഷനും നേടിക്കൊടുക്കാൻ റയാന് സാധിച്ചിരുന്നു. റഷ്യൻ പ്രീമിയർ ലീഗ് ക്ലബായ സെനിറ്റ് സെന്റ് പീറ്റേഴ്സ്ബർഗിന്റെ റൈറ്റ് വിങ്ങറായി കളിക്കുന്ന 25-കാരൻ ലൂയിക് ഹെൻറിക് ബ്രസീൽ സ്ക്വാഡിൽ പകരക്കാരന്റെ റോളിൽ തിളങ്ങാൻ കഴിയുന്ന താരമാണ്.